ജ്യോതിദേവ് എഡ്യൂക്കേഷണൽ ഫോറത്തിന്റെ 12ാമത് ആഗോള പ്രമേഹ കൺവെൻഷന് കോവളത്ത് തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 1860ഓളം ആരോഗ്യ വിദഗ്ധർ പങ്കെടുക്കും. നാളെ വൈകിട്ട് 4 മണിക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി പാർവതി ഭായ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോവളം ഉദയസമുദ്ര ഹോട്ടലിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും ശരീരത്തെ പിടികൂടാവുന്ന പ്രമേഹമെന്ന വിപത്തിനെ അകറ്റി നിർത്താനുള്ള നൂതന മാർഗങ്ങളാണ് സമ്മേളനത്തിലെ ചർച്ചകളിൽ പ്രധാനം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആരോഗ്യ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ഏകദേശം 1800ഓളം ഡോക്ടർമാരാണ് പങ്കാളികളായിട്ട് എത്തുന്നത്. 166ഓളം പ്രഭാഷകർ 8 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഈജിപ്റ്റ്, അമേരിക്കയിൽ മേയോ ക്ലിനിക്കിൽ നിന്നും, UK നിന്നും, മാൽദീവ്സ്, അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടിയുള്ള സെഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് രോഗികൾ ഡോക്ടർമാരോട് സംസാരിക്കുന്ന സെഷൻസ് ഇതിലുണ്ട്. അമിതവണ്ണവും പ്രമേഹവും മറ്റു രോഗങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു? ചികിത്സാ രീതികൾ എന്തൊക്കെ? കഴിഞ്ഞ 1 വർഷം പ്രമേഹത്തിനെതിരായി ആരോഗ്യമേഖലയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രബന്ധങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രധാന ഗവേഷണ പ്രബന്ധങ്ങൾ ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഡയബറ്റിസിൽ പ്രസിദ്ധീകരിക്കും. മെഡിക്കൽ രംഗത്തെ വിദഗ്ധരെ കൂടാതെ രോഗികളായവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും ആഗോള സമ്മേളനത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.